നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളെന്ന് നോക്കാം. ആദ്യമായിട്ട് പോകേണ്ടത് ഇറാനിലേക്കാണ്. ഇറാനിലെ സ്റ്റേറ്റ് മീഡിയ പുറത്തുവിടുന്ന ദൃശ്യങ്ങൾ അത് തീർച്ചയായിട്ടും ഞെട്ടിക്കുന്നത് തന്നെയാണ്. ജൂൺ മാസത്തിൽ നടന്ന ഇറാൻ ഇസ്രയേൽ യുദ്ധത്തിനിടയിൽ ഇസ്രയേലിന്റെ ഹാർമസ് 9000 UAV അത് ഇറാൻ വെടിവെച്ചിട്ടിരുന്നു. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ അമ്യൂണിഷൻ പാഡ് അത് ഇൻടാക്റ്റ് ആയിരുന്നു. അതായത് ഡ്രോൺ ആയുധങ്ങൾ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ മിഡ് എയറിൽ വെച്ച് തന്നെ ഇറാൻ വെടിവെച്ചിട്ടു. 8ഓളം ഇസ്രയേലിൻ്റെ തന്നെ UAVകളാണ് ഇറാൻ്റെ എയർ സ്പേസിൽ നിന്ന് ഇസ്രയേലിന് നഷ്ടമായത്. എന്നാൽ നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇസ്രയേൽ ഇതൊന്നും തന്നെ ഇത്തരം നഷ്ടങ്ങൾ ഉണ്ടായി എന്ന് ഇതുവരെ ഇസ്രയേൽ അംഗീകരിച്ചിട്ടില്ല. എന്നാൽ ഇറാൻ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ദൃശ്യങ്ങളും അതുപോലെ തന്നെ ചിത്രങ്ങളും ഇസ്രയേലിനെ പ്രതിരോധത്തിലാക്കുന്നതാണ്. കാരണം ഹെർമസ് 900 UAV എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും സൈലൻ്റ് ആയിട്ടുള്ള നിശബ്ദമായിട്ടുള്ള UAVകളിൽ ഒന്നാണ്. റഡാറുകളിൽ പോലും ഇത്തരം UAVകൾ ഡിറ്റക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇസ്രയേൽ നിരന്തരമായി ഉപയോഗിക്കുന്ന UAVകളിൽ ഒന്നാണ് ഈ ഹെർമസ് എന്ന് പറയുന്ന ഈ ഒരു UAV. അത്തരമൊരു സാഹചര്യത്തിൽ ഇറാൻ ഇത്തരം UAVകളെ വെടിവെച്ചിട്ടു എന്ന് ഇസ്രയേൽ ഒരിക്കലും അംഗീകരിക്കുകയില്ല. എന്നാൽ ഇപ്പോൾ ഇറാൻ പുറത്ത് വിട്ടിരിക്കുന്ന ചിത്രങ്ങളും ദൃശ്യങ്ങളും വീഡിയോകളും എല്ലാം തന്നെ ഇറാൻ്റെ വാദം ശരിയാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ്. ഇതിനായി ഇറാൻ ഉപയോഗിച്ചിരിക്കുന്നത് ബാവർ 373 എന്ന് പറയുന്ന മിസൈലുകളും അതുപോലെ തന്നെ ടോർ M1 എന്ന് പറയുന്ന റഷ്യൻ ഒറിജിനായിട്ടുള്ള ഒരു ഷോർട്ട് റേഞ്ച് മിസൈലുകളുമാണ് ഇത്തരം UAVകളെ, അതായത് ഇസ്രയേലിൻ്റെ UAVകളെ വെടിവെച്ചിടാനായിട്ട് ഇറാൻ ഉപയോഗിച്ചത്. അതിനിടെ അമേരിക്കൻ പ്രസിഡൻ്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് വീണ്ടും ചില വാദങ്ങളുമായി മുന്നോട്ട് വരുന്നുണ്ട്. ഇറാൻ്റെ ആണവ സംവിധാനങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും തകർത്തു എന്നൊരു വാദവുമായിട്ടാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡൻ്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വരുന്നത്. ഇത് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഉന്നയിക്കുന്നൊരു വാദമല്ല, ഇത് നിരന്തരമായിട്ട് അദ്ദേഹം പറഞ്ഞു നടക്കുന്ന ഒരു വാദമാണ്. അമേരിക്കൻ മാധ്യമങ്ങളോട് തന്നെയാണ് ഇത്തരം വാദങ്ങൾ അദ്ദേഹം വീണ്ടും ആവർത്തിച്ചു പറയുന്നത്. എന്നാൽ ഇതേ അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെ അമേരിക്ക ഇറാനിൽ നടത്തിയ ആക്രമണത്തിന് ശേഷം റിപ്പോർട്ട് ചെയ്തത് അമേരിക്ക ഇറാനിലേക്ക് നടത്തിയ ആക്രമണം, അത്തരമൊരു ആക്രമണത്തിൽ ഇറാനിലെ ആണവ സംവിധാനങ്ങൾക്ക് കാര്യമായ കേടുപാടുകൾ ഉണ്ടാക്കാൻ അത്തരം ആക്രമണങ്ങൾക്ക് കഴിഞ്ഞില്ല എന്ന് റിപ്പോർട്ട് ചെയ്തതും ഇതേ അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെയാണ്. എന്നാൽ മറ്റ് ചില നാശനഷ്ടങ്ങൾ, അതായത് ചില എക്യുപ്മെൻറ്റ്സ് തകരാറിലായത്, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഒഴിച്ചാൽ മറ്റ് കാര്യമായ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന റിപ്പോർട്ടുകളും ചില അമേരിക്കൻ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു. ഇറാന് തങ്ങളുടെ പ്രവർത്തനങ്ങൾ മാസങ്ങൾക്കുള്ളിൽ തന്നെ പുനരാരംഭിക്കാൻ കഴിയുമെന്നാണ് അന്ന് റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ചിരുന്നത്. എന്നാൽ ഇതൊന്നും പരിഗണിക്കാതെയുള്ള പ്രസ്താവനകളാണ് ഇപ്പോൾ ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് നിരന്തരമായിട്ട് വരുന്നത്. അതിനോട് ചേർന്നുകൊണ്ട് തന്നെ ഡൊണാൾഡ് ട്രംപ് പറയുന്നൊരു കാര്യം, കൂടുതൽ രാജ്യങ്ങൾ ഗസയിലെ ഈ ഒരു സമാധാന പ്രക്രിയയിൽ പങ്കെടുക്കണമെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ഹമാസ്, ഹിസ്ബുള്ള അതുപോലെ തന്നെ ഇറാൻ ഇനിയുള്ള ദിവസങ്ങളിൽ ഇവർ കൂടുതൽ സമ്മർദ്ദത്തിലാകുമെന്നാണ് ട്രംപ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്ത് കണ്ടിട്ടാണ് ഇത് പറയുന്നത്, ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത് എന്ത് കണ്ടിട്ടാണ്, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നൊരു വ്യക്തത അദ്ദേഹം ഇതിൽ വരുത്തിയിട്ടില്ല. എന്നിരുന്നാലും അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് ആയതുകൊണ്ട് തന്നെ ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾ അദ്ദേഹം നിരന്തരമായി തന്നെ നടത്തുന്നുണ്ട്. മറ്റൊരു വാർത്ത, ഇപ്പോൾ ഗസയിൽ പേരിനൊരു സീസ് അത് നിലവിലുണ്ട് എങ്കിൽ കൂടിയും നിലവിലെ സീസ് അത് അധിക നാൾ നീണ്ടുപോകാൻ സാധ്യതയില്ല എന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത്. 2007 മുതൽ ഏകദേശം ഒരു 7-8 പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ അത് നടന്നിട്ടുണ്ട്. അതിനൊപ്പം തന്നെ സീസ് ഫയറും ഈ 7-8 പ്രാവശ്യം തന്നെ സീസ് ഫയറും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇസ്രയേലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു സീസ് ഫയർ അധിക നാൾ നീണ്ടു പോയിട്ടില്ല എന്നാണ് ഇപ്പോൾ അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത്. ഹമാസിൻ്റെ നേതാവായിട്ടുള്ള ഖാലിദ് മൊഷാൽ പറയുന്നത് തങ്ങൾ ആയുധം കൈവിടില്ല എന്നാണ്. ഗസയുടെ സുരക്ഷയ്ക്ക് ആയുധം ആവശ്യമാണ്. ആയുധം താഴെ വയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇസ്രയേൽ കൂടുതൽ ആക്രമണത്തിന് മുതിരുമെന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. ഹമാസ് പറയുന്നത് അന്തർദേശീയ സേന, അത്തരമൊരു സേന ഗസയിലേക്ക് വന്നാൽ ചർച്ചകൾക്ക് തങ്ങൾ തയ്യാറാണ് എന്നാണ് ഹമാസ് പറയുന്നത്. ഹമാസ് ഉദ്ദേശിക്കുന്നത് UN സേന, യുണൈറ്റഡ് നേഷൻസിൻ്റെ സേനയോ അല്ലെങ്കിൽ അറബ് ലീഗിലെ രാജ്യങ്ങളുടെ സേനയോ, അങ്ങനെയുള്ള സേനകൾ വരികയാണ് എന്നുണ്ടെങ്കിൽ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നാണ് ഹമാസ് പറയുന്നത്. ഇസ്രയേലിനെ ഒട്ടും തന്നെ വിശ്വാസവുമില്ല, അവരുടെ സേനാവിന്യാസത്തെ ഒരിക്കലും അംഗീകരിക്കുകയുമില്ല എന്നാണ് ഹമാസ് ഇവിടെ വ്യക്തമാക്കുന്നത്.